ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ക്ലോഷർ കണ്ടുപിടിക്കാന്നാണ് അല്ലേ. ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ആ ആട്രിബ്യൂട്ട്സിന്റെ ക്ലോഷർ എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിന്റെ ക്ലോഷർ. സാർ നമ്മൾ എഫ് ക്ലോഷർ എന്നാണ് പറയാ, അല്ലെങ്കിൽ എഫ് പ്ലസ് എന്നാണ് എഴുതുക. എങ്ങനെയാണ് എഫ് പ്ലസ് കമ്പ്യൂട്ട് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് അസ്യൂം വി ഹാവ് എ റിലേഷൻ R of ABC, 3 attributes ഉണ്ട്. Maybe also we have a functional dependency. F gives AB gives C, C gives B, and C gives A. അപ്പം F plus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all functional dependencies using ഈ given functional dependencies ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ അഡീഷണൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടാക്കാം അല്ലെ. ട്രിവിയലും അതുപോലെ തന്നെ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അപ്പൊ നമുക്കറിയാം ആർ ഓഫ് എ ബി സി 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, റൈറ്റ്. 3 ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2 raised to 2 into 3, റൈറ്റ്. ദാറ്റ് ഈസ് 2 raised to 6, ദാറ്റ് ഈസ് 64, റൈറ്റ്. 64 ഡിഫറെന്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം ഇതിൽ എന്തുണ്ടാവാം, ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടാവാം, നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടാവാം. ഈ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും നമുക്ക് ഈ എഫ് ക്ലോഷറിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, സോ എഫ് ക്ലോഷറിൽ എന്താണ്, യു വിൽ ഹാവ് സം സർട്ടൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ദാറ്റ് യു ക്യാൻ ഡിറൈവ് യൂസിങ് ദ ഗിവൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. സോ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? നമുക്ക് 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, എ ബി സി. ഈ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ എഫ് പ്ലസിൽ നമ്മൾ കണ്ടുപിടിക്കുക നോൺ എം ടി സബ്സെറ്റ്സ്. നോൺ എം ടി സബ്സെറ്റ്സ് ഇതിന്റെ ക്ലോഷർ എടുക്കുക. എ ബി സിന്റെ നോൺ എം ടി സബ്സെറ്റ്സ് ഏതൊക്കെയാണത്? എ ബി സി, എ ബി, എ സി, ബി സി ആൻഡ് എ ബി സി. ഇതാണ് നോൺ എം ടി സബ്സെറ്റ്സ് ഓഫ് എ ബി സി. ഇതിന്റെ എല്ലാം ക്ലോഷർ ഇതാണ് ആക്ച്വലി എഫ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം ക്ലോഷർ ഓക്കെ ആണോ? സോ എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ വരും? ഇവിടെ എ വരും. എ ഗീവ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എ ക്ലോഷർ എന്താണ്? എ ആണ്. ബി ക്ലോഷർ എന്താണ്? ബി വരും, റൈറ്റ്. ബി ഗീവ് സംതിങ് ഉണ്ടോ? അവിടെ ഇല്ല. സോ ബി ക്ലോഷർ എന്താണ്? ബി മാത്രം ഉണ്ടാവുക. സി ക്ലോഷറിൽ എന്താ ഉണ്ടാവുക? സി വരും. സി ഗീവ്സ് ബി ഉണ്ട്, റൈറ്റ്. സി ഗീവ്സ് എ ഉണ്ട്. സോ എ ബി സി ഇതാണ് എന്ത്? സി ക്ലോഷർ, റൈറ്റ്. എന്താണ് എ ബി ക്ലോഷർ? എന്താണ് വരിക? എ വരും, ബി വരും, റൈറ്റ്. എ ബി ഗീവ്സ് എന്തുണ്ട്? സി ഉണ്ട്. സോ അഗെയിൻ എ ബി സി, റൈറ്റ്. എ സി ക്ലോഷർ എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി അറിയാം സി ക്ലോഷറിൽ എന്തുണ്ട്? എ ബി സി ഉണ്ട്. സോ എ ബി സി ക്ലോഷർ, എ സി ക്ലോഷറിൽ എന്തുണ്ടാവും? എ ബി സി, റൈറ്റ്. സിമിലർലി ബി സി ക്ലോഷർ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? സി ക്ലോഷറിൽ ഓൾറെഡി എ ബി സി ഉണ്ട്, റൈറ്റ്. സോ ബി സി ക്ലോഷറിൽ എന്തുണ്ടാവും? അഗെയിൻ എ ബി സി. സിമിലർലി എ ബി സി ക്ലോഷറിൽ എന്തുണ്ടാവുക? എ ബി സി. ഇതാണ് എഫ് ക്ലോഷറിൽ ഉള്ള ഓൾ ദി ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എ ബി ക്ലോഷറിൽ എ ബി സി ഉണ്ടെങ്കിൽ ഇത് എനിക്ക് വേണമെങ്കിൽ എ ബി ഗീവ്സ് എ ബി ഗീവ്സ് 5, എ ബി ഗീവ്സ് ബി സി, ഇങ്ങനെയൊക്കെ മാറ്റി എഴുതാം ഇതിന്, കേട്ടോ. ഇതൊക്കെ ഇതിനുള്ളിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ് എഫ് ക്ലോഷർ, എങ്ങനെയാണ് എഫ് ക്ലോഷർ കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗേറ്റിന് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഗേറ്റ് 2015 ചോദിച്ചുള്ളതാണ്. So we have a relation with PQRSTU with the following set of functional dependencies. So PR gives ST, PSU gives QR. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അപ്പൊ ഇതില് എഫ് പ്ലസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും. ചിലത് എന്തായിരിക്കും? ട്രിവിയൽ ആയിരിക്കും, ചിലത് എന്തായിരിക്കും? നോൺ ട്രിവിയൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഇൻ എഫ് പ്ലസ്? അപ്പൊ എന്താണ് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? നമുക്ക് എക്സ് ഗീവ്സ് വൈ ആണെങ്കിൽ ഇത് ട്രിവിയൽ ആവുക എപ്പോഴാണ്? ഇഫ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, റൈറ്റ്. വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ആകുമ്പോഴാണ് എന്ത്? ട്രിവിയൽ ഡിപ്പെൻഡൻസീസ് വരിക. അപ്പൊ നമ്മൾ ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തേർഡ് ചോയ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പി എസ് ഗീവ്സ് എസ് എന്നുണ്ട്. ഇവിടെ എന്താണ്? എസ് എന്നുള്ളത് എന്താണ്? ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് പി എസ് ആണ്. സോ ഇതാണ് എന്ത്? ഇവിടുത്തെ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ക്ലിയർ ആണല്ലോ? നമ്മൾ നോക്കുന്നത് എന്താണ് ഇക്വാലൻസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ, 2 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നു കഴിഞ്ഞാൽ വെദർ ദേ ആർ ആക്ച്വലി റെപ്രസെന്റിങ് ദ സെയിം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്
or not. Okay, so we have, let's assume we have two functional dependencies, f1 and f2. രണ്ട് functional dependencies ഉണ്ട്, f1 and f2. Maybe ഞാനൊരു എക്സാമ്പിൾ എഴുതാം. Let's assume f1 is equal to a determines b, b determines c, and c determines a. അതേപോലെ തന്നെ f2 a determines c, c determines b, and b determines a. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വെദർ f1 is equivalent to f2. ഇങ്ങനെ നമ്മൾ എഴുതുക, f1 is equivalent to f2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ആക്ച്വലി സെയിം ആണോ എന്നുള്ളതാണ്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ആക്ച്വലി എന്തായിരിക്കണം, f1ന്റെ ക്ലോഷറും f2ന്റെ ക്ലോഷറും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. f1ന്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ അതും f2ന്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാം, ഈ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ആക്ച്വലി മീൻ ചെയ്യുന്നത് സെയിം ആണെന്ന് പറയാൻ പറ്റുക. പക്ഷെ ഇത് എല്ലാ ഫങ്ഷൻ f1ന്റെ ക്ലോഷറും f2ന്റെ ക്ലോഷറും കണ്ടുപിടിക്കാൻ ആക്ച്വലി നമുക്ക് എന്താണ് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വിൽ സി വെദർ f1 is a subset of f2 plus എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഈ f2 ഉപയോഗിച്ച് നമുക്ക് f1 ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. f2 ഉപയോഗിച്ചിട്ട് f1 ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ? അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ എന്താ പറയുക, f2 കവേഴ്സ് f1 എന്ന് പറയും. എന്താണ്, f2 ഉപയോഗിച്ചിട്ട് ഈ f1ലെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, f2 കവേഴ്സ് f1. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, f2ലെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഇസ് ഇറ്റ് സബ്സെറ്റ് ഓഫ് f1 പ്ലസ് ആണോ നോക്കും. എന്നുള്ള എന്താ അർത്ഥം, f1 ഉപയോഗിച്ചിട്ട് f2ലെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, f1 കവേഴ്സ് f2. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇപ്പൊ f1 f2 ആണ് നമ്മുടെ എക്സാമ്പിൾ ഉള്ളതെങ്കിൽ f1 ഷുഡ് കവർ f2 ആൻഡ് f2 ഷുഡ് കവർ f1. ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡിറ്റർമൈൻ f1 കവേഴ്സ് f2. സോറി, f2 കവേഴ്സ് f1, റൈറ്റ്? സോ ദാറ്റ് മീൻസ് f1 ഷുഡ് ബി എ സബ്സെറ്റ് ഓഫ് f2 പ്ലസ്, അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ എന്താണ്, ഈ f1ലെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസ് ഒക്കെ f2 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റണം, റൈറ്റ്? സോ അത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. a gives b ആണ് ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി, റൈറ്റ്? f1ലെ ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ആണെന്ത്, a gives b. ഇത് ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം, f2ല് a gives b ഉണ്ടോ എന്നാണ് നോക്കുന്നത്, അല്ലേ? ഡയറക്ട്ലി ഇവിടെ കാണാനില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, a ക്ലോഷർ എടുത്ത് നോക്കുക. a ക്ലോഷറിൽ b ഉണ്ടെങ്കിൽ എന്തർത്ഥം, a gives b ഇവിടെ ഉണ്ടാക്കാൻ പറ്റും, റൈറ്റ്? സോ ഞാൻ a ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാ വരും നോക്കാം. a gives c ഉണ്ട്, c gives b ഉണ്ട്, റൈറ്റ്? ദാറ്റ് മീൻസ് എ ക്ലോഷറിൽ എന്തുണ്ട്, ബി ഉണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, എ ഡിറ്റർമൈൻസ് ബി എന്നുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എവിടെ ഉണ്ട്, f2 ഉണ്ട്. സോ f1ലെ എ ഡിറ്റർമൈൻസ് ബി എവിടെയുണ്ട്, f2 ഉണ്ട്, നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്താ, അവിടെ ബി ഗീവ്സ് സി. ഈ ബി ഗീവ്സ് സി f2 ഉണ്ടോ നമ്മൾ നോക്കുന്നു, അല്ലേ? സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബി പ്ലസ് എടുത്ത് നോക്കുക. എന്താണ് ബി പ്ലസ്, ബി ഗീവ്സ് എ ഉണ്ട്, റൈറ്റ്? എ ഗീവ്സ് എന്തുണ്ട്, സി ഉണ്ട്. So that means B determines C ഇവിടെ ഉണ്ട്, right? B determines C ഉണ്ട്. So that means ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എവിടെ ഉണ്ട്, f2 ഉണ്ട്. Then third one, C determines A, right? C determines A. എന്ത് ചെയ്താൽ മതി, C പ്ലസ് എടുത്ത് നോക്കുക യൂസിങ് f2, അല്ലേ? C പ്ലസ് എന്താണുള്ളത്, C ഉണ്ട്, B ഉണ്ട്, റൈറ്റ്? B determines എന്തുണ്ട്, A ഉണ്ട്. So that means C determines എന്തുണ്ട്, A ഉണ്ട്. C determines A ഉണ്ട്. സോ ഇവിടെയുള്ള എല്ലാ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസും, f1ലുള്ള എല്ലാ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, f2 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് മനസ്സിലായി, റൈറ്റ്? സോ ദാറ്റ് മീൻസ് f2 കവേഴ്സ് f1. ഇനി നേരെ തിരിച്ച് ചെയ്യണം. എന്താണ്, f2ലുള്ള എല്ലാ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസും f1 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, f2ലെ എല്ലാ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസും f1 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. f2ലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി എന്താണ്, a ഡിറ്റർമൈൻസ് c. ഇത് f1 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും, f1ൽ ഞാൻ എന്ത് ചെയ്യും, a പ്ലസ് കണ്ടുപിടിക്കും. എന്താണ് f1ലെ a പ്ലസ്, a b ഡിറ്റർമൈൻസ് c ഉണ്ട്, റൈറ്റ്? സോ ദാറ്റ് മീൻസ് എന്താണ്, a ഡിറ്റർമൈൻസ് c എനിക്ക് എന്തുണ്ട്, ഈ f1ലുണ്ട്, റൈറ്റ്?
നെക്സ്റ്റ് എന്താണ് സി ഡിറ്റർമൈൻസ് ബി, റൈറ്റ്? സി ഡിറ്റർമൈൻസ് ബി. സി പ്ലസ് എടുത്ത് നോക്കുക, ഇവിടെ സി പ്ലസ്, റൈറ്റ്? സി എ ഡിറ്റർമൈൻസ് എന്തുണ്ട്? ബി ഉണ്ട്. ദാറ്റ് മീൻസ് സി ഡിറ്റർമൈൻസ് എന്തുണ്ട്? ബി ഉണ്ട്. സോ ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. തേർഡ് എന്താണ്? ബി ഡിറ്റർമൈൻസ് എ. ബി ഡിറ്റർമൈൻസ് എ ഉണ്ടോ നോക്കണം. എന്ത് ചെയ്യണം? ബി പ്ലസ് എടുത്ത് നോക്കുക, റൈറ്റ്? ബി പ്ലസ് എന്താണ്? ബി. ബി ഡിറ്റർമൈൻസ് സി ഉണ്ട്, സി ഡിറ്റർമൈൻസ് എ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ബി ഡിറ്റർമൈൻസ് എന്തുണ്ട്? എ ഉണ്ട്. ഓക്കെ ആണോ? സോ ദാറ്റ് മീൻസ് എന്താണ്? F1 എന്ത് ചെയ്യുന്നുണ്ട്? F2നെയും കവർ ചെയ്യുന്നുണ്ട്. സോ ഇഫ് F1 കവേഴ്സ് F2 ആൻഡ് F2 കവേഴ്സ് F1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ആക്ച്വലി ഈക്വലന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ഈവൻ ദോ they are written in different form, they are actually represents the same functional dependencies. Clear ആണല്ലോ? നെക്സ്റ്റ് എന്താണ് റിഡൻഡന്റ് FDs? എന്താണ് റിഡൻഡന്റ് FDs? an FD, F എന്ന് വിചാരിക്കും, F ഇത് ഏതോ ഒരു FD ആണ് ഇതിലുള്ള നമ്മുടെ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വിൽ സേ ഇറ്റ് ഈസ് റിഡൻഡന്റ് if F is equal to F minus F. അതായത് ഈ F എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഈ പർട്ടിക്കുലർ ഫങ്ഷൻ ഡിപ്പെൻഡൻസി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലും അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ F എന്നുള്ള ഫങ്ഷൻ ഡിപ്പെൻഡൻസി റിഡൻഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, മേ ബി ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് ചെയ്ത് നോക്കിയാൽ വേഗം മനസ്സിലാവും. ലെറ്റ്സ് സീ A gives B, B gives C and A gives C. ഇതാണ് എൻ്റെ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് F. ഓക്കെ ആണോ? സോ ഞാൻ ഇതിലൊരു ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഡിപ്പെൻഡൻസി റിഡൻഡന്റ് ആണോ ചെക്ക് ചെയ്യുന്നത്. മേ ബി ഐ വിൽ ജസ്റ്റ് സി A gives C എന്താണ് റിഡൻഡന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ എൻ്റെ സ്മോൾ f, ദാറ്റ് ഇസ് വൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. എന്താണ്? A gives C. ഇത് റിഡൻഡന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ A gives C ഇല്ലാതെ എഴുതുകയാണെങ്കിൽ എന്താ കിട്ടുക നമുക്ക്? A gives B യും B gives C, റൈറ്റ്? ഇത് രണ്ടാണ് കിട്ടുന്നത്. ഈ രണ്ടെണ്ണം സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. ഈ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും സെയിം ആണോ എന്ന് പറഞ്ഞാൽ A ഇംപ്ലൈസ് C ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ മീനിങ് മാറുന്നില്ല, ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇത് റിഡൻഡന്റ് ആണെന്ന് പറയാം. അപ്പൊ ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യാം? ഞാൻ A gives C ഒഴിവാക്കി. ഇനി ഞാൻ ഇവിടുന്ന് A പ്ലസ് എടുത്തു കഴിഞ്ഞാൽ, ഈ ബാക്കിയുള്ള സാധനത്തിലെ A പ്ലസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ C വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ? A gives C എന്നുള്ള ഫങ്ഷൻ ഡിപ്പെൻഡൻസി ഇവിടെ ഉണ്ട്. ഈവൻ ദോ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ട് അർത്ഥം, റൈറ്റ്? ലെറ്റ്സ് ട്രൈ ദാറ്റ്. നമുക്ക് A പ്ലസ് എടുത്ത് എന്താ വരിക? A, റൈറ്റ്? A, B gives C. സോ ദാറ്റ് മീൻസ് എന്താണ്? A gives C എന്നുള്ള ഫങ്ഷൻ ഡിപ്പെൻഡൻസി ഇവിടെ ഉണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതായത് A gives C എന്നുള്ള ഫങ്ഷൻ ഡിപ്പെൻഡൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ ഈവൻ ദോ ഞാൻ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും, ഈ പർട്ടിക്കുലർ ഫങ്ഷൻ ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആക്ച്വലി എനിക്ക് എന്തുണ്ട്? A gives C ഉണ്ട്. അപ്പൊ ഇതെന്താണ് നമ്മൾ പറയും? റിഡൻഡന്റ് ആണെന്ന് നമ്മൾ പറയാം. മേ ബി നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് കൂടുതൽ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് അസ്യൂം നമ്മുടെ ക്യാപിറ്റൽ F is equal to A determines B, B determines C, C determines A determines C, C determines B and B determines A. ഇതാണ് എൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഇതിൽ എനിക്ക് എന്ത് ചെയ്യണം? എല്ലാ റിഡൻഡന്റ് ആയിട്ടുള്ള FDസും ഒഴിവാക്കണം. ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ലെറ്റ്സ് അസ്യൂം ഞാൻ A determines B എന്നുള്ളത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് റിഡൻഡന്റ് ആണെങ്കിൽ എനിക്ക് ഒഴിവാക്കാം, റൈറ്റ്? റിഡൻഡന്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? A determines B ഇതിൽ ഒഴിവാക്കിയിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? A പ്ലസ് എടുത്ത് നോക്കുകയാണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? A പ്ലസ് എടുത്ത് എന്താ കിട്ടുക? A കിട്ടും. A ഡിറ്റർമൈൻസ് എന്തുണ്ട്? C ഉണ്ട്, റൈറ്റ്? C ഡിറ്റർമൈൻസ് എന്തുണ്ട്? B ഉണ്ട്. സോ ദാറ്റ് മീൻസ് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? A ഡിറ്റർമൈൻസ് B എന്നുള്ളത് എനിക്ക് ഇവിടെ ഉണ്ട്. ഈവൻ ദോ ഞാൻ A ഡിറ്റർമൈൻസ് B ഒഴിവാക്കി കഴിഞ്ഞാലും എനിക്ക് എന്തുണ്ട്? A ഡിറ്റർമൈൻസ് B ഉണ്ട്. അപ്പൊ എന്താ അർത്ഥം? A ഡിറ്റർമൈൻസ് B എന്താണ്? റിഡൻഡന്റ് ആണ്. മനസ്സിലാക്കുക, നമ്മൾ ഇത് ഓൾറെഡി ഒഴിവാക്കി കേട്ടോ, ഇതില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള ഫങ്ഷൻ ഡിപ്പെൻഡൻസീസ് നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും റിഡൻഡന്റ് ആയിട്ടുള്ള FDs ഉണ്ടോ നോക്കാം. മേ ബി ഐ വിൽ ടേക്ക് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് B
ഡിറ്റർമൈൻസ് സി. ഇത് റിഡൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വിചാരിക്കും. സോ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യും, ഇത് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇത്രയാണ് ബാക്കിയുള്ളത്. ഓക്കെ ആണോ? ഇതുകൊണ്ട് എനിക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റണം, ബി ഡിറ്റർമൈൻസ് സി ഉണ്ടാക്കാൻ പറ്റണം. റൈറ്റ്? ലെറ്റ് മീ ട്രൈ ദാറ്റ്. ബി പ്ലസ് ഇസ് ഈക്വൽ ടു ബി. ബി ഡിറ്റർമൈൻസ് എന്തുണ്ട്, എ ഉണ്ട്. എ ഡിറ്റർമൈൻസ് എന്തുണ്ട്, സി ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ ജനറേറ്റ് എന്താണ് സ്റ്റിൽ ബി ഡിറ്റർമൈൻസ് സി. അപ്പൊ ഇത് ഈ ഡിപ്പെൻഡൻസി എന്തില്ല, അവിടെ ആവശ്യമില്ല. മേ ബി ഐ വിൽ ജസ്റ്റ് ട്രൈ ടു റിമൂവ് ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് സി ഗീവ്സ് എ. ആലോചിക്കുക, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റണം, സി ഗീവ്സ് എ ഉണ്ടാക്കാൻ പറ്റണം. റൈറ്റ്? സോ എനിക്ക് എന്താണ് റിമൈനിങ് ആയിട്ടുള്ള ഈ 3 ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസ് ആണുള്ളത്. സി ഗീവ്സ് എ ആണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. സോ എന്ത് ചെയ്യും, ഞാൻ സി പ്ലസ് എടുത്ത് നോക്കും. സി പ്ലസ് എടുത്ത് നോക്കുമ്പോൾ എന്താ കിട്ടുക, സി. സി ഗീവ്സ് എന്തുണ്ട്, ബി ഉണ്ട്. ബി ഗീവ്സ് എന്തുണ്ട്, എ ഉണ്ട്. റൈറ്റ്? സോ ദാറ്റ് മീൻസ് സി ഡിറ്റർമൈൻസ് എന്തുണ്ട് ഇവിടെ, എ ഉണ്ട്. സോ ഐ ക്യാൻ റിമൂവ് ദിസ് വൺ. നൗ നെക്സ്റ്റ് എന്താണ്, എ ഡിറ്റർമൈൻസ് സി. ഇത് എനിക്ക് ഒഴിവാക്കാൻ പറ്റും നോക്കാം. എ ഡിറ്റർമൈൻസ് സി. എ ഡിറ്റർമൈൻസ് സി ഒഴിവാക്കണമെങ്കിൽ എന്താ അർത്ഥം, ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 2 എണ്ണം കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റണം, എ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സി കിട്ടണം. റൈറ്റ്? ഇത് ഇഫ് ഐ റിമൂവ് ദിസ്, എ പ്ലസ് എന്തായിരിക്കും, എ മാത്രമായിരിക്കും. എനിക്ക് ഒരിക്കലും എന്തുണ്ടാക്കാൻ പറ്റില്ല, എ ഡിറ്റർമൈൻസ് സി ഉണ്ടാക്കാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എ ഡിറ്റർമൈൻസ് സി എന്നുള്ള ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഇതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി ഡിറ്റർമൈൻസ് ബി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, മനസ്സിലാവും. അതേപോലെ തന്നെ ബി ഡിറ്റർമൈൻസ് എ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിലെ റിഡൻഡന്റ് എഫ് ഡിസ് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എന്തൊക്കെയാണ്, എ ഡിറ്റർമൈൻസ് സി, സി ഡിറ്റർമൈൻസ് ബി ആൻഡ് ബി ഡിറ്റർമൈൻസ് എ. ഓക്കെ ആണോ? അപ്പൊ ഈ തന്നിട്ടുള്ള ഇനീഷ്യൽ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസും അതിന്റെ റിഡൻഡൻസി ഒഴിവാക്കി കിട്ടുന്ന ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസും രണ്ടും ആക്ച്വലി എന്താണ്, സെയിം ആണ്. ഓക്കെ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒഴിവാക്കിയ ഒരു ഡിപ്പെൻഡൻസി എന്താണ്, എ ഡിറ്റർമൈൻസ് ബി. അത് ഇവിടുന്ന് കിട്ടുമോ, എ പ്ലസ് എടുത്ത് നോക്കിയാൽ മതി. എ പ്ലസ് എന്തൊക്കെയുള്ളത്, എ ഉണ്ട്. എ ഡിറ്റർമൈൻസ് എന്തുണ്ട്, സി ഉണ്ട്. റൈറ്റ്? സി ഡിറ്റർമൈൻസ് എന്തുണ്ട്, ബി ഉണ്ട്. സോ എ ഡിറ്റർമൈൻസ് ബി എന്നുള്ളത് ഇവിടെ പ്രിസേവ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇവിടെ ഉണ്ട്. റൈറ്റ്? ബി ഡിറ്റർമൈൻസ് സി ഉണ്ടോ, നമ്മൾ ബി പ്ലസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബി പ്ലസ് എന്താ വരിക, ബി. ബി ഡിറ്റർമൈൻസ് എ ഉണ്ട്. എ ഡിറ്റർമൈൻസ് സി ഉണ്ട്. റൈറ്റ്? സോ ബി ഡിറ്റർമൈൻസ് സി ഉണ്ട്. നമുക്ക് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാം ആക്ച്വലി എന്താണ് ഇവിടെ ഉണ്ടാവും. ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. ഓക്കെ ആണോ? ഇതാണ് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിഡൻഡന്റ് ആയിട്ടുള്ള എഫ് ഡിസ് റിമൂവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഓർഡറിൽ എടുത്തത് 1, 2, 3 ഈ ഓർഡറിൽ എടുത്തത്. ഈ ഓർഡർ തന്നെ എടുക്കുന്ന നിർബന്ധമില്ല. മേ ബി ഐ ക്യാൻ ടേക്ക് ഫസ്റ്റ് ദിസ് വൺ, ദെൻ ദിസ് വൺ. ഏതെങ്കിലും ഓർഡർ ഡിഫറെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മേ ബി ഐ മേ ഗെറ്റ് എ ഡിഫറെന്റ് സെറ്റ്. ഓക്കെ ആണോ? അപ്പൊ എല്ലായ്പ്പോഴും നമ്മൾ റിഡൻഡന്റ് എഫ് ഡിസ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റ് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ ആണോ? ഇറ്റ് മേ ബി ഡിഫറെന്റ്. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഡർ ഹൗ വി ആർ റിമൂവിങ്. ഓക്കെ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കുറെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഐഡന്റിഫൈ ദ റിഡൻഡന്റ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി. ഏതൊക്കെ ഇതിൽ ഏതൊക്കെയാണ് റിഡൻഡന്റ് ആയിട്ടുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചോയ്സ് പറഞ്ഞത് ഫസ്റ്റ് ബി സി ഗീവ്സ് ഡി. ബി സി ഗീവ്സ് ഡി എന്താണ്, റിഡൻഡന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ബി സി ഗീവ്സ് ഡി റിഡൻഡന്റ് ആണെങ്കിൽ ഈ തന്നുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്റ്റിൽ വി ഷുഡ് ബി ഏബിൾ ടു ഡിറൈവ് ബി സി ഗീവ്സ് ഡി. റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യും, ബി സി പ്ലസ് എടുത്ത് നോക്കും. ഇത് ഒഴിവാക്കി എന്ന് ആലോചിക്കാം. ഇത് ഒഴിവാക്കിക്കൊണ്ട് ബി സി പ്ലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ബിയും സിയും ആണ്. നമുക്ക് ഡി കിട്ടുമോ, ഇല്ല. ഇതെന്തല്ല, ദിസ് ഈസ് നോട്ട് എ റിഡൻഡന്റ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി. ഓക്കെ? മേ ബി ഡി ഗീവ്സ് സി ഉണ്ട്. ഡി ഗീവ്സ് ഇ ഒഴിവാക്കി കഴിഞ്ഞാലോ, ഡി ഗീവ്സ് സി, ദിസ് വൺ. റൈറ്റ്? ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡി പ്ലസ് എടുത്ത് നോക്കുക. ഡി പ്ലസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഡി മാത്രമാണ് കിട്ടുക. റൈറ്റ്? നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, ഇ കിട്ടില്ല. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് എ റിഡൻഡന്റ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി. മേ ബി വിൽ സി ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് എ ഗീവ്സ് ഡി. നമുക്ക് ഇതിന്ന് എ ഗീവ്സ് ഡി എന്നുള്ള ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഒഴിവാക്കിയിട്ട് എ പ്ലസ് എടുത്ത് നോക്കാം. എ പ്ലസ് എടുത്ത് എന്താ വരിക, എ ഗീവ്സ് എന്തുണ്ട്, ബി സി ഉണ്ട്. ബി സി. റൈറ്റ്? ബി സി ഗീവ്സ് എന്തുണ്ട്, ഡി ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഒഴിവാക്കിയിട്ടും എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, എ ഡിറ്റർമൈൻസ് ഡി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് എ ഡിറ്റർമൈൻസ് ഡി എന്താണ്, റിഡൻഡന്റ് ആണ്. സോ ആൻസർ എന്താണ്, ഇതാണ്. അപ്പൊ എന്താണ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസിന്റെ ക്ലോഷർ, എന്താണ് ഇക്വലൻസ്, എന്താണ്
റിഡൻഡൻസി അല്ലേ, എന്താണ് റിഡൻഡന്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് അതിൽ നമ്മൾ എങ്ങനെയാണ് മിനിമൽ കവർ കണ്ടുപിടിക്കാമെന്ന് നോക്കാം.